നമ്മുടെ പ്രായാധിക്യത്തിൽ എത്തിയിരിക്കുന്നതായ, അതായത് 90 വയസ്സിൽ വടിയും കുത്തി നടക്കുവാൻ പറ്റുമെങ്കിൽ ആ പ്രായം വരെ എത്തിയതായിരിക്കുന്ന മനുഷ്യൻ പോലും ആ ഒരു പഴമൊഴി അന്വർത്ഥമാക്കിക്കൊണ്ട് ഒരു കൈ അകലം വിട്ടുകൊണ്ടല്ല, വളരെ നിരനിരയായിട്ട്, ഒന്നും പറയേണ്ട, ഒരു കൈ അകലത്തിൽ പോലും നിൽക്കണമെന്ന് പോലും പറയണ്ട, വളരെ നിരനിരയായിട്ട് ക്യൂ ആയിട്ട് മിതത്വം പ്രാപിച്ച് വളരെ നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. റേഷൻ പീടികയിൽ അവിടെ ചെല്ലുകയാണെങ്കിൽ നമുക്കറിയാം, റേഷൻ പീടികയിൽ ചെല്ലുകയാണെങ്കിൽ ഒന്ന് താമസിച്ച് കഴിഞ്ഞാൽ താൻ എന്താടോ താമസിക്കുന്നത് എന്ന് ചോദിക്കുന്നതായിരിക്കുന്ന മനുഷ്യൻ, ഇല്ല എങ്കിൽ മുൻപിൽ നിൽക്കുന്നയാളോട് ഒന്ന് പെട്ടെന്ന് കയറി പോടോ, എന്താടോ ഈ വെയിറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന മനുഷ്യൻ ഇതൊന്നും ചോദിക്കാറില്ല. കിട്ടിയോ? ഇല്ല, വെയിറ്റ് ചെയ്യുകയാണ്, ഓക്കെ ആയിക്കോട്ടെ. അങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുന്നതായിരിക്കുന്ന മനുഷ്യൻ്റെ വളരെ നല്ലതായിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണുവാൻ കഴിയും. അതാണ് കാലഘട്ടം എന്ന് പറയുന്നത്. ആ ക്യൂ അവിടെ നിൽക്കട്ടെ. മറ്റൊരു കാലഘട്ടം എന്ന് പറയുന്നത് കാണിക്കുന്നത് നമ്മുടെ യൗവന കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം, ഏറെ പ്രശസ്തമായിരിക്കുന്ന സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി, ഇല്ലെങ്കിൽ കേരള കലാമണ്ഡലം എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലം വളരെ പ്രശസ്തമാണ്. കാരണം നമുക്കറിയാം, കലാ സാംസ്കാരിക നിലനിൽക്കും കൊണ്ട് വളരെ ഉൾക്കൊടലും കൊള്ളിച്ചതായിരിക്കുന്ന ദേശമാണ് തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത്. കലയുടെ തലസ്ഥാന നഗരി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിച്ചു പറയാം. കേരളത്തിൻ്റെ കലയുടെ ഉത്ഭവ കേന്ദ്രമെന്ന് വേണമെങ്കിൽ ഓമന പേരിട്ട് വിളിക്കാവുന്നതായിരിക്കുന്ന തൃശ്ശൂർ ജില്ലയിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കണ്ടത് കൊലപാതകങ്ങൾ നമുക്കറിയാം എത്രമാത്രം ദുർഘടമേറിയിരിക്കുന്ന, എത്രമാത്രം നമുക്ക് ലജ്ജിക്കുവാൻ കഴിവുള്ളതായിരിക്കുന്ന, എത്രമാത്രം മനുഷ്യന് അഭിമാനിക്കുവാൻ കഴിയുന്നതല്ല, ലജ്ജിക്കുവാൻ കഴിയുന്ന ഭാഗത്തിലുള്ളതായിരിക്കുന്ന, കേരളക്കരയെ മുഴുവൻ ലജ്ജിപ്പിക്കുന്ന വിധത്തിലുള്ളതായിരിക്കുന്ന കൊലപാതകങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതായ കൊച്ചു കേരളം, വളരെ മനോഹര കേരളം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ളതായിരിക്കുന്ന ജില്ലകൾ മാറി മാറി നോക്കുമ്പോൾ കൊലപാതകത്തിനൊരു കുറവുമില്ല, പീഡനങ്ങൾക്കൊരു കുറവുമില്ല. പണ്ട് കാലങ്ങളിലെ പത്രമാധ്യമങ്ങളിലെ വാർത്തകൾ ഒന്ന് പറഞ്ഞുകിട്ട് വേഗത്തിൽ ഞങ്ങൾ ഈ വാർത്തകൾ വിടുവാൻ ആഗ്രഹിക്കുന്നു. പണ്ട് കാലങ്ങളിലെ പത്രമാധ്യമങ്ങളിലെ വാർത്ത ഇപ്രകാരമായിരുന്നു: ഇന്നപോലെ ഇന്നടുത്ത് സ്കൂളിൽ ഒരു തീപിടുത്തമുണ്ടായി, അതല്ല എങ്കിൽ വണ്ടി ആക്സിഡന്റ് ഉണ്ടായി, അത് കഴിഞ്ഞ് ചെറുപ്പക്കാരനായിരിക്കുന്ന ഒരു പയ്യൻ 35 വയസ്സുള്ളത് ആക്സിഡന്റിൽ മരിച്ചു. അപ്പോൾ ഒന്നേരെ താടിക്ക് കൈ കൊടുത്തിട്ട് അയ്യോ അങ്ങനെയൊരു സംഭവം ഉണ്ടായോ, എന്ത് നല്ല മിടുക്കൻ ചെറുക്കനായിരുന്നു എന്ന് പറയുമായിരുന്നു. ഇന്ന് 35 വയസ്സായിരിക്കുന്ന ഒരു കൊച്ച്, ഒരു യൗവനക്കാരി മരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ താഴെ ഒരു വാചകം കൂടി ഉണ്ടാകും: പോലീസുകാരെ പേടിച്ച് മയക്കുമരുന്നുമായി ഓടിയ യുവാവ് വാഹനം തട്ടി മരിച്ചു, അല്ല എങ്കിൽ ആ യുവാവ് കിണറ്റിൽ വീണ് മരിച്ചു. അന്നേരം പറയുന്നത് ഇവനൊക്കെ ഇതല്ല, ഇതിൻ്റെ അപ്പുറം വേണമെന്ന് പറയുന്നതായിരിക്കുന്ന വാർത്ത. ഇതാണ് നമ്മുടെ ദൃശ്യം. ഇന്നത്തെ കേരളം എന്ന് പറയുന്നതായിരിക്കുന്ന, കാഴ്ചക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കുന്ന കൊച്ചു കേരളം, ലഹരി കൊണ്ട് ആറാടുന്നതായിരിക്കുന്ന കൊച്ചു കേരളം എന്ന് പറഞ്ഞാൽ സംസ്കാരം ശൂന്യമായിക്കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന കേരളം. നമ്മൾ ഇന്നലകളിൽ നമ്മുടെ വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്നതായിരിക്കുന്ന മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ മുണ്ടഴിച്ചിട്ട് ഏറെ ഭാവത്തിൽ, ഏറെ അനുസരണയോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്നതായിരിക്കുന്ന യൗവനം മാറി, കാലഘട്ടങ്ങൾ മാറി. അവർ പറയുന്നത് കാശ് മുടക്കിയത് ഞാനാടോ, ഞാനിരിക്കും എന്ന് പറയുന്നതായിരിക്കുന്ന അപ്പൻ കയറി വരുമ്പോൾ താൻ തൻ്റെ പണി നോക്കണോ എന്ന് പറയുന്ന താടിക്ക് തട്ടുകൊടുക്കുന്നതായിരിക്കുന്ന യൗവന തലമുറയുടെ കാലഘട്ടം. അതാണ് കാലഘട്ടം. കാലഘട്ടത്തിൻ്റെ കുഴപ്പമല്ല, 21-ാം നൂറ്റാണ്ടിൻ്റെ കുഴപ്പമല്ല, അത് 18-ാം നൂറ്റാണ്ടിൻ്റെ കുഴപ്പവുമല്ല. ഞങ്ങളെ ഇതുപോലുള്ളതായിരിക്കുന്നത് ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തെ യൗവനക്കാർ വിളിക്കും, താനൊക്കെ 90 കാലഘട്ടത്തിൽ ജീവിക്കുന്ന കളവന്മാരാണോ എന്ന് വിളിച്ചു പറയും. അതേടോ, ഞങ്ങൾ കളവന്മാർ തന്നെയാണ്, പക്ഷെ ഞങ്ങൾക്കൊന്ന് പറയുവാൻ പറ്റും, ഞങ്ങളുടെ കാലഘട്ടങ്ങൾ ഇങ്ങനല്ലായിരുന്നത്. ഈ കാലഘട്ടങ്ങൾ ഏറെ മാറിക്കൊണ്ടിരിക്കുന്നു. കേരളം സംസ്കാര ശൂന്യമായിക്കൊണ്ടിരിക്കുന്നു. പീഡനങ്ങളുടെ കേരളം, കൊലപാതകങ്ങളുടെ കേരളം, മദ്യത്തിന്റെ നിരക്കുകൾ വർദ്ധിക്കുന്നതായിരിക്കുന്ന കേരളം, വെള്ളമില്ല എങ്കിലും വെള്ളം ഉണ്ടാക്കി മദ്യപാനം നടത്തുവാൻ വേണ്ടി കൊതിക്കുന്നതായിരിക്കുന്ന കേരളം, തോട്ടിൽ ചീഞ്ഞഴുകിയ വെള്ളത്തിലും മദ്യം മുക്കി അതിൻ്റെ അകത്ത് സേവ നടത്തുന്നതായിരിക്കുന്ന കേരളം. ഇതല്ലേ കേരളം എന്ന് പറയുന്നത്? സമാധാനത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ തുനിയുന്നതായിരിക്കുന്ന കേരളം. ഈ കേരളമാണ് പണ്ട് കാലഘട്ടങ്ങളിൽ കേരളം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഏത് മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു തുടിപ്പുണ്ടായിരുന്നു, ഹൃദയത്തിൻ്റെ അകത്തൊരു വെമ്പലുണ്ടായിരുന്നു. ഇന്ന് കേരളം എന്ന് കേട്ട് കഴിഞ്ഞാൽ, കേരളം എന്ന് പറയുമ്പോൾ പലപ്പോഴും മറയ്ക്കുന്നതായിരിക്കുന്ന, അതേ കേരളത്തിലാണ് താമസിക്കുന്നത് പറയുവാൻ പോലും മറയ്ക്കുന്നതായിരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് മനുഷ്യൻ തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് ഇന്നത്തെ കേരളത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടെ ഒന്നുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാ. പണ്ടൊരിക്കൽ ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുകയാ, ഒരു ഓടയുടെ വരമ്പത്ത് ഇങ്ങനെ കിടക്കുന്നു. ഓടയുടെ വരമ്പത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു നായ വന്ന് കാലുമുക്കി മുള്ളുകയാ. ആ മനുഷ്യൻ ഇങ്ങനെ പാടുകയാ, ആ പെയ്യട്ടെ, അങ്ങനെ പെയ്യട്ടെ, ഇടിയും വെട്ടി പെയ്യട്ടെ. ഈ കാലഘട്ടമല്ലേ ഇന്നെന്ന് പറയുന്നത്? തെരുവോരങ്ങളിൽ കിടക്കുന്നതായിരിക്കുന്ന മനുഷ്യന്റെ ദേഹത്ത് നായും കുറുനരിയും വന്ന് മൂത്രമൊഴിക്കുമ്പോഴും അവൻ അറിയത്തില്ലാത്തതായിരിക്കുന്ന
ഒരു കാലഘട്ടം. മദ്യത്തിന് ലഹരി മൂത്ത് മാതാവേദ പിതാവേദ എന്നറിയത്തില്ലാത്തതായിരിക്കുന്ന ഒരു കാലഘട്ടം. എന്തിനേറെ പറയുന്നു, അമ്മയെ കല്യാണം കഴിച്ചതായിരിക്കുന്ന മകനുള്ള കേരളം, അതെ, സഹോദരിയെ കല്യാണം കഴിച്ചതായിരിക്കുന്ന സഹോദരനുള്ളതായിരിക്കുന്ന കേരളം, സ്വന്തം മകളെ കല്യാണം കഴിച്ചതായിരിക്കുന്ന അപ്പനുള്ളതായിരിക്കുന്ന കേരളം, സ്വന്തം മകളെ ഇല്ല എങ്കിൽ LKG pre-KG പഠിക്കുന്നതായിരിക്കുന്ന കുഞ്ഞിനെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ മറ്റുള്ളവരുടെ മുൻപാലിലേക്ക് കാട്ടാളന്മാരുടെ കരാള ഹസ്തങ്ങളിലേക്ക് വലിച്ച എറിയപ്പെട്ടതായിരിക്കുന്ന കേരളം. ഇതല്ലേ കേരളം എന്ന് പറയുന്നത്? ഇതിനേക്കാൾ എന്ത് വിശേഷത പറയുവാനുണ്ട് കേരളത്തിന്? മടങ്ങി വരണം മനുഷ്യ, നിങ്ങൾ മടങ്ങി വന്നേ മതിയാകുള്ളൂ. കേരളത്തിന്റെ പഴയ സംസ്കാരികതയിലേക്ക് മടങ്ങി വരണം. വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. കേരളത്തിൽ എവിടെ നോക്കിയാലും 10 കഴിയാത്തതായിരിക്കുന്ന, 10ാം തരം കഴിയാത്തതായിരിക്കുന്ന മനുഷ്യനില്ല. കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നതായിരിക്കുന്ന ഏറ്റവും വലിയ പ്രവണത വിദ്യാവിഹീനനാകാതിരിക്കുവാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് എല്ലാ വീട്ടിലിരിക്കുന്ന അപ്പൂപ്പന്മാർക്ക് വരെ വിളിച്ച് സാക്ഷരത എഴുതിച്ച് 10ാം ക്ലാസ്സും +2 വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ അക്ഷയ വഴി കമ്പ്യൂട്ടർ പരിജ്ഞാനവും കൊടുത്തുകൊണ്ടിരിക്കുന്നു. കൊള്ളാം, നല്ല കാര്യം. വീട്ടിലിരിക്കുന്ന ഈ അപ്പൂപ്പനും മൊബൈൽ തോണ്ടി ചീറ്റ് ചെയ്യുന്നു, ചാറ്റ് ചെയ്യുന്നു. അതിനപ്പുറമായിട്ട് 90 കളവൻ 20 വയസ്സെത്തിയതായിരിക്കുന്ന യൗവനക്കാരൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് യൗവനക്കാരത്തെ ചാറ്റ് ചെയ്ത് ചീറ്റ് ചെയ്യുന്നതായിരിക്കുന്ന കേരളം. ഇതല്ലേ കേരളം എന്ന് പറയുന്നത്? കേരളം ഏറെ പിഴച്ചു പോയിരിക്കുന്നു, കേരളം ഏറെ മാറിപ്പോയിരിക്കുന്നു. നിങ്ങൾ മടങ്ങി വരണം. കേരളം തിരിച്ചു വരേണ്ട ഒരു കാലഘട്ടമായിരിക്കുന്നു. അസ്തമിക്കുന്ന സൂര്യൻ വീണ്ടും തിരിച്ച് ഉദിക്കേണ്ട കാലമായിരിക്കുന്നു. ഇതാ കേരളത്തിന് ഉദിക്കുവാനൊരു സുവർണ അവസരമാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുന്നു, മദ്യം, മയക്കുമരുന്ന്, ലഹരി, ഇതൊക്കെ നമ്മുടെ കുടുംബത്തെ മുച്ചോട് മുടിക്കുന്ന ലഹരി പദാർത്ഥങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഇതൊക്കെയുമാണെങ്കിലും ഞങ്ങളുടെ സന്ദേശമെങ്കിലും അതിനോട് ചേർന്ന് സുവിശേഷ സന്ദേശ യാത്രയാകയാൽ ഞങ്ങൾ പെട്ടെന്ന് സുവിശേഷത്തിന്റെ 1-2 ഭാഗങ്ങൾ, സൂക്തങ്ങൾ വേഗത്തിൽ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ സന്ദേശത്തെ അവസാനിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എന്താണ് മദ്യത്തിനും മയക്കുമരുന്നിനും കേരളത്തിൽ യൗവനക്കാരെ പിടിമുറുക്കിയിരിക്കുന്നതിന് കാരണം? കേരളത്തിൽ എന്തുകൊണ്ടാണ് മദ്യവും മയക്കുമരുന്നും ഇതുപോലെ പിടിമുറുക്കിയിരിക്കുന്നത്? നമുക്കറിയാം, ബസ് സ്റ്റാൻഡുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ ചെന്നു കഴിഞ്ഞാൽ കേൾക്കുന്നതായിരിക്കുന്ന വാർത്ത, കടന്നു വരൂ, ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നതായിരിക്കുന്ന മരുന്ന് കച്ചവടക്കാരുടെ വാർത്തയാണിത്. എന്നാൽ ഇന്ന് പകൽക്കാലോ, ഇന്ന് ഈ വൈകിയ സമയത്ത് ഞങ്ങളും വിളിച്ചു പറയുക, ഒന്ന് കടന്നു വരൂ സ്നേഹിത, ഒന്ന് പരീക്ഷിച്ചു നോക്ക്. ഞങ്ങൾ ഈ പറയുന്ന സന്ദേശത്തിന്റെ അകത്ത് എന്തെങ്കിലും കഴമ്പുണ്ട് എങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതിയെന്നേ, അതിൻ്റെ അപ്പുറത്തോട്ട് ഞങ്ങളൊന്നും പറയുന്നില്ല. അതുകൊണ്ട് വേഗത്തിൽ പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്താണ് മനുഷ്യൻ മദ്യത്തിനും മയക്കുമരുന്നിനും സ്വന്തം മക്കളെയും സ്വന്തം അമ്മയെയും അപ്പനെയും തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണ്? അതിന് ഒറ്റ വാക്കിൽ ഞങ്ങൾ വിളിക്കുന്ന ഒരു പേര് പാപം എന്നാണ്. എന്താണ്? ഞങ്ങൾ വിളിച്ചതല്ല, ഞങ്ങൾക്ക് മുൻപേ സഞ്ചരിച്ചതായിരിക്കുന്ന ഋഷിവര്യന്മാർ, മുനിവര്യന്മാർ എന്ന് വേണ്ട സാമൂഹിക സാംസ്കാരിക പരിഷ്കർത്താക്ക നേതാക്കന്മാരൊക്കെയും വിളിച്ചതായിരിക്കുന്ന പദമാണ് പാപം. അല്ല എങ്കിൽ മനുഷ്യൻ അധർമ്മത്തിലേക്ക്, അധർമ്മമൂർത്തിയുടെ കരങ്ങളിലേക്ക്, അതുമല്ല എങ്കിൽ മനുഷ്യൻ ദൈവിക ഭയം വിട്ടുമാറി, ദൈവിക ഭയത്തിൽ നിന്ന് വിട്ടുമാറി ദൈവത്തെ കൊള്ളയിടുവാൻ പഠിച്ചതായിരിക്കുന്ന കേരളം. അതിലെ കേരളം എന്ന് പറയുന്നത് സന്ധ്യാകീർത്തനങ്ങൾ, ഈശ്വരനാമ ജപങ്ങൾ മുടങ്ങേണ്ടതായിരിക്കുന്ന വീടുകളിൽ 6 മണിക്ക് തുടങ്ങുന്നതായിരിക്കുന്ന സീരിയലുകൾ രാത്രി 12 മണിയായാലും വിലാപത്തോട് കൂടി പോലും അവസാനിപ്പിക്കാത്തതായിരിക്കുന്ന വീടുകളല്ലേ കുടുംബത്തിന്റെ അകത്തുള്ളത്? സിനിമാ സീരിയലുകൾ കുടുംബത്തെ തകർത്ത് മറിച്ചുകൊണ്ട്, സിനിമാ സീരിയലുകൾ കുടുംബത്തിന്റെ അകത്ത് കൊലപാതകം ചെയ്യുവാനുള്ള പ്രവണതകളെ വിളിച്ചോദിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വിളിച്ചു പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ സിനിമയുടെ മുൻപിൽ, സീരിയലിന്റെ മുൻപിൽ 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ, 6 മണിക്ക് തുടങ്ങിയ സീരിയൽ 12 മണിയായാലും നിർത്താത്ത നിങ്ങളോട് ഒരല്പസമയം, ഒരു 20 മിനിറ്റ് ശ്രദ്ധിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. എന്താണ് മനുഷ്യനെ ജീവിതത്തിൽ മുച്ചോട് മുടിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണ് ഞങ്ങൾ പറഞ്ഞത് പാപം എന്ന് പറഞ്ഞത്. എന്നാൽ ഈ പാപത്തിൽ നിന്ന് എങ്ങനെ മനുഷ്യന് കരകയറുവാൻ കഴിയും? സകല മനുഷ്യനും ഒരുപോലെ ചോദിച്ചു. ഒരിക്കൽ ഇപ്രകാരം ഈ സൂക്തം ഇങ്ങനെ നാടുകളിൽ മുഴങ്ങി കേൾക്കുന്നതായിരിക്കുന്ന സ്വരം അശരീരിയായി ഗംഭീരമായി മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങും ജനസാന്ദ്രമായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും മുഴങ്ങി കേട്ടതായിരിക്കുന്ന സൗണ്ട് ഇപ്രകാരമായിരുന്നു, ഒരു അശരീരി ഇപ്രകാരമായിരുന്നു: ആരുണ്ടിവിടെ ഞങ്ങളെ രക്ഷിക്കുവാൻ, ആരുണ്ടിവിടെ ഞങ്ങളെ വിടിവിക്കുവാൻ എന്നൊരു അശരീരി അന്തരീക്ഷത്തിൽ ആകമാനം മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നപ്പോൾ അന്തരീക്ഷത്തിൽ ഈ ആ ചോദ്യത്തിന് ഒരു മറുപടിയും ആർക്കും കൊടുക്കുവാൻ കഴിയാതിരുന്നു. കാലങ്ങൾ മറിഞ്ഞുപോയി, കാലഘട്ടങ്ങൾ ദീർഘമായി, സമുദ്രം പോലെ, ജനസമുദ്രം പോലെ ഒന്നിൽ നിന്ന് അനേക ജനങ്ങളിലേക്ക്, അവിടെ നിന്ന് കടങ്ങളിൽ
കടലിലേക്ക് പോകുന്നത് പോലെ ജനസാന്ദ്രമേറിയിരിക്കുന്ന ഹൃദയങ്ങളിലേക്കും ഒന്നൊന്നായി ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. ആരുണ്ട് മനുഷ്യന് പാപത്തിൽ നിന്ന് ഉദ്ധാരണം നൽകുവാൻ? ആരുണ്ട് മനുഷ്യന് പാപത്തിൽ നിന്ന് വിടിവിക്കുവാൻ കഴിയുന്നവൻ? ആരുമില്ല. സമൂഹത്തിൽ ഒരുപാട് സാമൂഹിക പരിഷ്കർത്താക്കൾ, നേതാക്കന്മാർ. എന്തിനേറെ പറയുന്നു, തൃശ്ശൂര് പാലക്കാട് ഒറ്റപ്പാലത്തിന് മണ്ണിൽ തുടങ്ങിയതായിരിക്കുന്ന വിപ്ലവം അങ്ങ് കണ്ണൂരിൽ നിന്ന് കേരളത്തിന്റെ അങ്ങിങ്ങ മണ്ണുകളിലേക്ക് ഓടിക്കഴിഞ്ഞു കഴിയുമ്പോൾ അനേക രക്തസാക്ഷികൾ, വിപ്ലവകാരികൾ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. അനേക സാമൂഹിക പരിഷ്കർത്താക്കൾ, നേതാക്കന്മാർ, സമുന്നതരായിരിക്കുന്ന നേതാക്കന്മാരൊക്കെ ഉരുവാകുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ എമ്പെമ്പാടും അങ്ങിങ്ങായി അവിടിവിടങ്ങളിലായി മുടങ്ങി കേൾക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അങ്ങിങ്ങായി ജനത്തെ വിടിവിക്കുവാൻ വേണ്ടി അങ്ങിങ്ങായി ഒരുപാട് ജനസമൂഹങ്ങൾ, അനേക നേതാക്കന്മാർ ഉരുവാകുവാനിടയിൽ തീർന്നാൽ അവർക്കൊന്നും മനുഷ്യരെ വിടിവിക്കുവാൻ കഴിഞ്ഞോ? ഇല്ലെന്നേ, ഒരിക്കലും ഒരു മനുഷ്യനും കഴിഞ്ഞിട്ടില്ല. ഇവിടെ 1920 അതേ ബ്രിട്ടനിൽ നിന്നൊരു മനുഷ്യൻ അവിടെ നിന്ന് ട്രെയിൻ കയറി ഭാരതത്തിൽ വരുവാനിടയായി തീർന്നു. ആകപ്പാടി ഒരു കച്ചി കൊടുത്തുകൊണ്ട് ജനസമൂഹത്തിന്റെ ഇടകളിലേക്ക് ഇറങ്ങിയിട്ട് പറയുവാനിടയായി തീർന്നു, അതെ, നിങ്ങൾക്കുള്ള വിടുതൽ, നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഞാൻ നേടിത്തരാമെന്ന് പറയുവാനിടയായി തീർന്നു. ആരുടെ കയ്യിൽ നിന്ന്? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന്. എന്നാൽ ആ മനുഷ്യനും കഴിഞ്ഞില്ല മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ. പിന്നെ എന്തു ചെയ്യുവാനിടയായി തീർന്നു? ആർക്കും കഴിയാതിരിക്കുമ്പോൾ കാലങ്ങൾ കഴിഞ്ഞുപോയി, നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി. എന്നാൽ സകല മനുഷ്യനും ഒരുപോലെ മറന്നതായിരിക്കുന്ന ഒരു മനുഷ്യൻ, കാലങ്ങൾക്ക് മുൻപേ സഞ്ചരിച്ചതായിരിക്കുന്ന മനുഷ്യൻ, ചരിത്രത്തെ രണ്ടായി കീറി മുറിച്ചുകൊണ്ടൊരു മനുഷ്യൻ ഭൂമിയിലേക്ക് പിറക്കുവാനിടയായി തീർന്നു. അവൻ കാലഗതികളെ കീറി മുറിച്ചുകൊണ്ട് സമയങ്ങളെ ഉരുവാക്കിക്കൊണ്ടൊരുവൻ ഭൂതലത്തിലേക്ക് പിറക്കുവാനിടയായി തീർന്നു. അതേ ഭൂതലത്തിലേക്ക് സ്വർഗീയ സുരലോക സകല മഹിമകളെ വെടിഞ്ഞുകൊണ്ട് താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കേവലം മനുഷ്യനായി പിറന്നതായിരിക്കുന്ന, അതേ കേവലം മനുഷ്യനായി തീർന്നതായിരിക്കുന്ന എന്റെയും നിങ്ങളുടെ പാപത്തെ കഴുകിക്കളയുവാൻ മരിച്ചവർ മുതൽ ഇന്നേ വരെ ജീവിക്കുന്നവർ വരെ ആരുണ്ടെന്നെ വിടിവിക്കുവാൻ? ആരാണ് എന്റെ നിരാശയിൽ നിന്ന് വിടുതൽ നൽകുവാൻ കഴിയുന്നത് എന്നൊരു ചോദ്യം ഉന്നയിച്ചപ്പോൾ ആ ചോദ്യശരങ്ങളുടെ മുൻപാകെ ഉത്തരമെന്ന ഒരുവൻ സകല ചോദ്യശരങ്ങളും ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്നത് പോലെ, ഭൂമിയിൽ നിന്ന് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നത് പോലെ വലിയൊരു ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുമ്പോൾ, അതെ, ആകാശത്ത് നിന്ന് ചോദ്യത്തിന്റെ ഉത്തരമായി ഭൂമിയിലേക്ക് ഒരുവൻ പിറക്കുവാനിടയായി തീർന്നു. അവനെക്കുറിച്ച് പ്രകാരം ഒരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വാക്കുകൾക്ക് അർത്ഥം തീരുകയില്ല. അതുകൊണ്ട് 1-2 വാക്കുകളിൽ ഞങ്ങൾ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവനെക്കുറിച്ച് പറയാത്തതായിരിക്കുന്ന ചരിത്രകാരന്മാരില്ല, അവനെക്കുറിച്ച് പറയാത്തതായിരിക്കുന്ന വിപ്ലവകാരികളില്ല. രക്തം ധാരധാരിയായി ചിന്തി, രക്തം ഒഴുകി കവലകളിൽ വീണു കിടക്കുമ്പോഴും രക്തസാക്ഷികൾ വിളിച്ചു പറയുവാനിടയിൽ തീർന്നു. അവനും ഒരു രക്തസാക്ഷി, അവനും ഒരു വിപ്ലവകാരി എന്ന് വിളിച്ചു പറയുവാനിടയിൽ തീർന്നു. ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അവരും വിളിച്ചു പറഞ്ഞു, അതെ, ഞങ്ങൾക്ക് മുൻപേ സഞ്ചരിച്ചതായിരിക്കുന്ന ഒരു രക്തസാക്ഷി, ഞങ്ങൾക്ക് മുൻപേ സഞ്ചരിച്ചതായിരിക്കുന്ന ഒരു വിപ്ലവകാരി എന്ന് അവരും വിളിച്ചു പറയുവാനിടയിൽ തീർന്നു. മാത്രമല്ല, കവിവര്യന്മാർ വിളിച്ചു പറയുവാനിടയിൽ തീർന്നു, അതെ, ഇവരെ പോലെ ഒരുവനെ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഭാരതത്തിന്റെ മഹാത്മാവ് എന്ന് പറയുന്ന മനുഷ്യൻ വിളിച്ചു പറയുന്നു, അതെ, ഇവനെ പോലെ ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്തിനേറെ പറയുന്നു, സാമൂഹിക പരിഷ്കർത്താക്കൾ, നേതാക്കന്മാർ ഒന്നടങ്കം വിളിച്ചു പറയാനിടയിൽ തീർന്നു, ആ മഹാമനുഷ്യൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞാനും ജീവിച്ചിരുന്നുവെങ്കിൽ ആ മനുഷ്യന്റെ പാദങ്ങൾ കഴുകി ആ വെള്ളം ഞാൻ കുടിക്കുമായിരുന്നു എന്ന് പറയാനിടയിൽ തീർന്നു. എന്ന് പറഞ്ഞാൽ അതുപോലെ ലോകത്തിലൊക്കെയും സകല നേതാക്കന്മാർ മുൻപിലും സമുന്നതനായിരിക്കുന്ന ഒരു നേതാവ് എന്തിനു വേണ്ടി പിറന്നു? എന്റെ നിങ്ങളുടെ പാപത്തിന് അറുതി വരുത്തുവാൻ. എന്തിനു വേണ്ടി പിറന്നു? സ്നേഹിത, മദ്യപാനിയായിരിക്കുന്ന നിന്റെ മദ്യപാനത്തിന് അറുതി വരുത്തുവാൻ. പാപസമ്പന്നമായിരിക്കുന്ന ജീവിതത്തിൽ, നിന്റെ ജീവിതത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് നിന്നെ വിടുതൽ കൊണ്ടുവരുവാൻ ഒരു മനുഷ്യന് കഴിയാതിരിക്കുമ്പോൾ ഒരു മനുഷ്യന് യുഗലോകത്തിലേക്ക് പിറക്കുവാനിടയായി തീർന്നു. അവൻ പിറന്നത് കൊണ്ട് എന്താണ് പരിഹാരം ഉണ്ടാകുവാനിടയായി തീർന്നത്? അതുകൊണ്ടാണ് ചരിത്രപ്രകാരം രേഖപ്പെടുത്തി വയ്ക്കുവാനിടയിൽ തീർന്നത്. ഇന്നേക്ക് 2000 ആണ്ടുകൾക്ക് മുൻപ്, ഇന്നേക്ക് ഏകദേശം 2000 ആണ്ടുകൾക്ക് മുൻപ് അതേ പിറവിയെടുത്തുകൊണ്ട് സകല മാനവകുലത്തിന്റെയും പാപത്തിന്റെ അറുതി വരുത്തുവാൻ വേണ്ടി ഒരുവൻ പിറക്കുവാനിടയിൽ തീർന്നു. അവനെത്രയും ഞങ്ങൾ പ്രസംഗിക്കുന്നതായിരിക്കും ശ്രീ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. അവനെക്കുറിച്ച് വർണ്ണിക്കാത്തതും അവനെക്കുറിച്ച് പാടാത്തതായിരിക്കുന്ന കവിവര്യന്മാരോ, അവനെക്കുറിച്ച് കോറിയിടാത്തതായിരിക്കുന്ന ചരിത്ര പുസ്തകങ്ങളോ, അവനെക്കുറിച്ച് കോറിയിടാത്തതായിരിക്കുന്ന യാതൊരു സാഹിത്യ രചനകളോ നമ്മുടെ ലോകത്തിൽ രചിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ആ മനുഷ്യനെ കുറിച്ച് പ്രകാരം പറയുവാനിടയിൽ തീർന്നു, അതെ, സകല മനുഷ്യർക്കും ഉണ്ടാകേണ്ടതായിരിക്കുന്ന ഒരു മഹാസന്തോഷം. അതെ,
എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം എന്തുകൊണ്ടാണ് ഭൂമിയിലേക്ക് പറഞ്ഞത്? സകല മനുഷ്യനെയും ഉണ്ടാകുവാൻ വേണ്ടിയുള്ള ഒരു മഹാസന്തോഷമാണ്. സകല മനുഷ്യന്റെ മാനവകുലത്തിന്റെ സമാധാനത്തിന് വേണ്ടി, മാനവകുലത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഒരുവൻ ഊഴിയിലേക്ക് പിറന്നു. അവൻ അത്ര ശ്രീ കർത്താവായിരിക്കുന്നു യേശു ക്രിസ്തു. അവൻ കേവലം പിറന്നത് ഒരു മനുഷ്യനായിട്ട് മാത്രമല്ല പിറന്നത്, പിന്നെയോ അവൻ സാക്ഷാൽ ദൈവമായിട്ട് കത്തിലേക്ക് പിറക്കുവാനിടയെത്തുന്നു. എന്തിനാണ് ദൈവമായിരുന്നവൻ മനുഷ്യത്വ രൂപമെടുത്തുകൊണ്ട് ഭൂമിയിലേക്ക് പിറക്കുവാനിടയെത്തുന്നത്? സഹോദര, എന്റെ നിങ്ങളുടെ പാപത്തെ വഹിക്കുവാൻ ഈ ലോകത്തിലെ യാതൊരു ശ്രേഷ്ഠമേറിയിരിക്കുന്ന ഗുരുക്കന്മാർക്കോ നേതാക്കന്മാർക്കോ ആത്മീക സമുന്നതരായിരിക്കുന്ന നേതാക്കന്മാർ ഒരുപാട് പിറവിയെടുത്തു. ഉടുത്തതും ഉടുക്കാത്തതുമായിരിക്കുന്ന അനേകർ പിറവിയെടുത്തു. എന്നാൽ അവർക്കൊന്നും കഴിയാതിരിക്കുമ്പോൾ എന്റെ നിങ്ങളുടെ പാപത്തെ വഹിച്ചുകൊണ്ട് ഒരുവൻ ഭൂമിയിലേക്ക് പിറവിയെടുത്തത് എന്റെ നിങ്ങളുടെ പാപത്തെ വഹിക്കുവാൻ, എന്റെ നിങ്ങളുടെ ലോകത്തിൽ എന്റെ നിങ്ങളുടെ പാപത്തെ വഹിച്ചുകൊണ്ട് എന്റെ നിങ്ങളുടെ പാപത്തിന് അറുതി വരുത്തുവാനാണ് അവൻ പിറവിയെടുക്കുവാനിടയിരുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ വിളിച്ചു പറയട്ടെ, അസന്നിഗ്ധമായി ഞങ്ങൾ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തന്റെ രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് ശ്രീ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു എന്ന ഏകനാമമാണ്. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, ഞങ്ങളൊരു കാര്യം വിളിച്ചു പറയാം. ഈ അനേക വിപ്ലവകാരികൾ, അനേക നേതാക്കന്മാർ പിറവിയെടുത്തുവെങ്കിലും ഒരുവന് മാത്രമേ മനുഷ്യന് പാപത്തിന് അറുതി വരുത്തുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒരുവന് മാത്രമേ മനുഷ്യന് ജീവിതത്തിന്റെ കറകളെ നീക്കിക്കളയുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒരുവന് മാത്രമേ മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. ചതിച്ച് കുപ്പയിൽ കിടന്നതായിരിക്കുന്ന മനുഷ്യനെ ആര് വീണ്ടെടുക്കുമെന്ന്, അസമാധാനം അസന്തോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനെ ആര് വീണ്ടെടുക്കുമെന്ന് സമുന്നതരായിരിക്കുന്ന മനുഷ്യരെന്നടക്കം വിദ്യാഹീനരും വിദ്യയുള്ളവരും മന്ത്രിമാരും തന്ത്രിമാരും എന്ന് വേണ്ട സകലരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചോദ്യശരങ്ങളുടെ ഉത്തരമാണ് ശ്രീ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. എങ്ങനെയാണ് അവൻ പാപപരിഹാരമായി തീർന്നത്? അതിപ്രകാരം വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. അതെ, എനിക്കും നിങ്ങൾക്കും വേണ്ടി ഭാരതത്തിലേക്ക് മനുഷ്യനായി പിറവിയെടുത്തതിന് ശേഷം, അതെ, എൻ്റെ നിങ്ങളുടെ പാപത്തെ വഹിച്ചുകൊണ്ട് അതാ നിങ്ങൾ നോക്കിയാൽ കാണുവാനിടയായി തീരും. ലോകത്തിന്റെ ഒത്ത നെറുകയിൽ, ലോകത്തിന്റെ ഒത്ത നടുവിലായി അതാ കാൽവറി കൊലക്കളത്തിൽ കൊലക്കുരിശ് ചുമന്നുകൊണ്ട് ഒരുവൻ നടന്നു നീങ്ങുകയാ. വീണ്ടും എഴുന്നേറ്റും നടന്നു നീങ്ങിക്കൊണ്ട് കാൽവറി കൊലക്കളത്തിൽ കൈകാലുകളെ വിരിച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇതാ ഞാൻ നിങ്ങളുടെ പാപത്തെ വഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാരണം കാണിച്ചു കൊടുത്തുകൊണ്ട്, ശൂലം കയറ്റുവാനുള്ളവന് മാരണം കാണിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ കയറ്റുവിൻ, നിങ്ങളുടെ പാപങ്ങളെ ഞാൻ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു മനുഷ്യനെ ഉണ്ടായിട്ടുള്ളൂ. അനേക വിപ്ലവകാരികൾ ഉണ്ടായിട്ടുണ്ട്. വിപ്ലവത്തിന്റെ മുൻപിൽ നിന്നല്ല പിൻപിൽ നിന്നുകൊണ്ട് അനേകരെ വാഹനങ്ങളിലൂടെ കൈപൊക്കി കാണിച്ചുകൊണ്ട് വിപ്ലവത്തിന് ആരംഭം കുറിച്ചിട്ട് അനേകരെ മരണത്തിലേക്ക് തള്ളിവിട്ടു രക്തസാക്ഷികളെ വാർത്തെടുത്തതായിരിക്കുന്ന അനേക നേതാക്കന്മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അനേക സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരുവൻ മാത്രമാണ് സ്വന്തം രക്തത്തെ വീണ്ടും കൊടുത്തിട്ട് സകല മനുഷ്യനെ വിപ്ലവത്തിന്റെ മുൻമലയിൽ നിർത്തിക്കൊണ്ട് അതെ യഥാർത്ഥമായിരിക്കുന്ന ഒരു വിപ്ലവകാരിയായിട്ട് ഭൂമിയിലേക്ക് പിറക്കുവാനിടയെത്തുന്നത്. അവന് വിപ്ലവം എന്ന് പറയുന്നത് അതെ കേവലമായിരിക്കുന്ന പോലീസുകാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുവാനോ, അതല്ല എങ്കിൽ ഒരു വലിയൊരു മാഫിയയുടെ കയ്യിൽ നിന്ന് വിടുവിക്കുവാനോ, അതല്ല എങ്കിൽ കൊല ചെയ്തയച്ചിട്ട് പാത്തിരിക്കുവാനല്ലായിരുന്നു അവന്റെ വിപ്ലവം എന്ന് പറയുന്നത്. പിന്നെയോ അവന്റെ വിപ്ലവം എന്ന് പറയുന്നത് സകല മാനവകുലത്തിന്റെ പാപത്തിന് അറുതി വരുത്തുവാനായിരുന്നു സ്നേഹിത. അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ പാപത്തിനെ കഴുകിക്കളയുവാൻ, അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് എത്രമാത്രം കറപുരുണ്ട ജീവിതമായാലും മനുഷ്യൻ അനേക കാലഘട്ടത്തിൽ സമാധാനത്തിന് വേണ്ടി എന്ത് ചെയ്യുവാൻ അറയ്ക്കാതിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ബക്കറ്റിൽ മുക്കിക്കൊല്ലുന്നു, എന്തിനേറെ പറയുന്നു കക്കൂസ് കുഴിയിൽ എടുത്തെറിയുന്നു, മറ്റുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പറയട്ടെ, നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലി കഴിക്കേണ്ട. നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ മറ്റു യാതൊന്നും ചെയ്യേണ്ടത്, നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കഷ്ണങ്ങളാക്കി നിങ്ങൾ എറിയേണ്ടത് ഒന്നും ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഞങ്ങൾ ഈ പറയുന്നതായിരിക്കും സന്ദേശത്തിന്റെ കാതലായിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്, അവനിൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമ്പോൾ അവൻ നിങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ ശക്തനാ. അവനിൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമ്പോൾ അവൻ നിങ്ങൾക്ക് സമാധാനത്തെ തരുവാൻ ശക്തനാ. അവനിൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ആ അസന്തോഷമായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് മാറ്റി പൂർണ്ണമായിരിക്കുന്ന ഒരു സന്തോഷത്തിലേക്ക് നയിക്കും
വിടുവിക്കുവാൻ ഈ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ വിളിച്ചു പറയാം. ഞങ്ങളുടെ പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് വിപ്ലവാത്മകമായിരിക്കുന്ന പ്രസംഗങ്ങൾ നടത്തി, വാക്ചാതുര്യമുള്ളതായിരിക്കുന്ന പ്രസംഗങ്ങൾ നടത്തി നാട്ടിലൊരു വിപ്ലവം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടല്ല, നാട്ടിലൊരു വലിയൊരു വിപ്ലവത്തിന്റെ ഒരു അനുയായികളെ സൃഷ്ടിക്കുവാൻ വേണ്ടിയല്ല, പിന്നെയോ യഥാർത്ഥമായിരിക്കുന്ന ഒരു വിപ്ലവകാരി, അതേ സകല മാനവകുലത്തിന്റെ പാപത്തിന് വേണ്ടി, സകല മാനവകുലത്തിന്റെ പാപത്തിന് അറുതുവാനും വരുത്തുവാൻ വേണ്ടി ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വന്നതായിരിക്കുന്ന അതേ ഏകദൈവമായിരിക്കുന്ന ഒരേ ഒരുവരെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. അതെ, അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം വിളിച്ചു പറയാം. അവൻ യഥാർത്ഥമായിരിക്കുന്ന വിമോചകനാണ്. എവിടെ നിന്നാണ് വിമോചനം നൽകി തന്നത്? പാപത്തിൽ നിന്നാണ് വിമോചനം നൽകി തരുവാനിടയായി തീർന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ വിരാമം വിടുവാൻ ആഗ്രഹിക്കുന്നു. അതേ സ്നേഹിത, ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിത, ഞങ്ങളൊരു കാര്യം വിളിച്ചു പറയട്ടെ. മറ്റൊരുത്തന്റെ രക്ഷയിൽ നാം രക്ഷിക്കപ്പെടുവാൻ, ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടുവാൻ, എന്നെ നിങ്ങളെ വീണ്ടെടുക്കുവാൻ കഴിയുന്ന മറ്റൊരുവനുമില്ല. അവനത്രേ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക്, വാനത്തിൽ നിഖത്തിലേക്ക്, വിണ്ണിലേക്ക് ഇറങ്ങി വന്ന് വിണ്ണിൽ നിന്ന് പരത്തിലേക്ക് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വന്നതായിരിക്കുന്ന ശ്രീ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. ഈ വിപ്ലവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ജനിക്കട്ടെ. ഈ വിപ്ലവകാരി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ജനിക്കണം. ഈ വിപ്ലവം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഉരുവായാൽ ഒരു കാര്യം വിളിച്ചു പറയാം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് സമാധാനം ഉരുവാകുവാൻ കഴിയും. ഇത് കേവലം ഒരു മധ്യക്ഷ പ്രക്ഷാളനത്തിൻ്റെ ഒരു പ്രസംഗമല്ല സ്നേഹിത, മറിച്ച് എന്നെ വീണ്ടെടുത്തതായിരിക്കുന്ന, ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തതായിരിക്കുന്ന ഒരു സത്യസുവിശേഷത്തിന്റെ സന്ദേശവാഹകരാണ് ഞങ്ങൾ. കേവലം ഒരു ക്രിസ്ത്യാനി ആകുവാൻ വേണ്ടിയല്ല ഞങ്ങൾ വിളിച്ചത്. ഒരു കാര്യം കൂടെ പറയാം, ഞങ്ങൾ ക്രിസ്ത്യാനി ആയതല്ല സ്നേഹിത, നിങ്ങൾ ഞങ്ങളെ ക്രിസ്ത്യാനിയാക്കിയത്. ഞങ്ങൾ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നതായിരിക്കുന്ന, ക്രിസ്തു എന്ന ഗുരുവിനെ അനുധാവനം ചെയ്യുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് മാത്രം. എന്നാൽ ഈ ലോകം ഞങ്ങളെ വിളിച്ച പേരാ, ഈ ലോകത്തിലുള്ളവർ നിങ്ങൾ ഞങ്ങളെ വിളിച്ച പേരാ കൈ ചൂണ്ടിക്കൊണ്ട് ഇവർ ക്രിസ്ത്യാനികൾ. എന്നാൽ ഞങ്ങളെ നിങ്ങൾ വിളിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഒരു കാര്യം കൂടെ പറയാം, ആ ക്രിസ്തുവിന്റെ അനുധാവനം ചെയ്യുവാൻ, ആ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുവാൻ നിങ്ങളെ ഏവരെയും ഞങ്ങൾ സഹർഷ സ്വാഗതം ചെയ്യുകയാണ്. ഇത് കേവലം ഒരു മതത്തിന്റെ ഒരു പ്രഭാഷണമല്ല, ഒരു ക്രിസ്ത്യാനിയുടെ പ്രഭാഷണമല്ല, മറിച്ച് ഒരു ഗുരുദേവനെ അനുധാവനം ചെയ്യുവാൻ ലോകം കണ്ടതായിരിക്കുന്ന ലോകത്തെ ഏറ്റവും കണ്ടതായിരിക്കുന്ന ലോകത്തിലെ സാമൂഹിക നേതാക്കന്മാർ, ശത്രുവായാലും മിത്രമായാലും ഏത് നേതാക്കന്മാരായാലും കണ്ടതായിരിക്കുന്ന ലോകം ഉറ്റുനോക്കിയതായിരിക്കുന്ന ഒരു നല്ല നേതാവിനെ അനുധാവനം ചെയ്യുവാനുള്ള ഒരു സന്ദേശമാണ്. ഈ സന്ദേശത്തിന്റെ കാതലായ വിഷയം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും മാനസാന്തരപ്പെടണമെന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും പാപം ഉപേക്ഷിച്ച് മോക്ഷത്തിൽ ചെന്നെത്തുക എന്നുള്ളതാണ്. ആ നിത്യജീവങ്ങളിലേക്ക് പ്രാപിക്കുവാൻ നിങ്ങൾ ഏവരെയും ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം ഇടുന്നു. ഒരിക്കൽ കൂടി ഞാൻ ആ സൂക്തം വിളിച്ചു പറയുന്നു, മറ്റൊരുത്തിലെ രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ ഒരേ ഒരു നാമം ശ്രീ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? ആ ക്രിസ്തുവിനെ നിങ്ങൾക്ക് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു വാക്ക് നിങ്ങൾക്ക് എനിക്ക് നേടിപ്പെടുത്തരുന്ന് പറയുവാൻ കഴിയുമോ? യേശുവേ, അങ്ങ് ഞങ്ങളുടെ ഗുരുവാണെന്നും അങ്ങ് ഞങ്ങളുടെ വിമോചകനാണെന്നും അങ്ങ് ഞങ്ങളുടെ പാപത്തിൽ നിന്ന് വിമോചിക്കുന്നവനാണെന്നും ഞങ്ങൾ അറിയുന്നു. അങ്ങയുടെ രക്തം ചിന്തിയത് മുഖാന്തരം ഞങ്ങളുടെ പാപങ്ങൾ കരുതി വന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് പറയുവാൻ കഴിഞ്ഞാൽ നിങ്ങളും യഥാർത്ഥമായിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ പിൻഗാമിയായി തീരുവാനിടയായിത്തീരും. ആ ഗുരുവിനെ പിന്താങ്ങുവാൻ, ആ ഗുരുവിൻ്റെ പിൻഗാമിയാകുവാൻ നിങ്ങൾ ഏവരെയും സഹർഷ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം വിടുന്നു. എന്നെ ശ്രമിച്ചതായിരിക്കുന്ന ഈ കാഞ്ഞാണി ദേശത്തെ വാസികൾ, ബിസിനസ് സംരംഭങ്ങൾ നടത്തുന്നവർ, മറ്റു വാഹനങ്ങൾ ഓടിക്കുന്നവർ എല്ലാവരുമുണ്ട്. എല്ലാവരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നിങ്ങളെ ഏവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം വിടുന്നു. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മാ സ്നാനം ചെയ്യുന്നു. യേശുക്രിസ്തു രാജാതി രാജാവായി വേഗം വരുന്നവനായി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശുക്രിസ്തുവിന്റെ ദിവ്യ സന്ദേശം ഈ വൈകിയ വേളയിൽ ഞങ്ങളുടെ ആമേൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളെയും ഞങ്ങൾ ബഥേൽ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റിക് ഫെലോഷിപ്പ് സെന്റർ മണ്ണത്തിലുള്ളതായിരിക്കുന്ന ദൈവസഭയിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി ഗ്രഹിക്കുവാനും അനേകർ മദ്യപാനത്തിൽ നിന്നും ഈ ലോകത്തിൻ്റെ ലഹരിയിൽ നിന്നും വിടുതൽ പ്രാപിച്ച ഒരു കൂട്ടം ജനത്തിൻ്റെ സാക്ഷികളുടെ വലിയൊരു സമൂഹം ആമേൻ ഞങ്ങളോട് കൂടെയുണ്ട്. ഞങ്ങൾക്ക് സമാധാനം തന്ന, ഞങ്ങൾക്ക് സന്തോഷം തന്ന, ഞങ്ങൾക്ക് പ്രത്യാശ തന്ന ആ കർത്താവിനെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുമായി ബന്ധപ്പെടുക. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹവനായ ദൈവമേ, സ്വർഗസ്ഥ നല്ല വാഴ്ത്തപ്പെട്ട പിതാവേ,
ഈ കാഞ്ഞാണി പ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ മാറ്റമില്ലാത്ത വചനം ഈ ദേശത്ത് ഞങ്ങൾ ഘോഷിക്കുവാനിടയായി തീർന്നല്ലോ. ദൈവത്തിൻ്റെ വചനം കേട്ടവർ അശാന്തി, അലസമാധാനത്താൽ, തീരാവ്യാധികളാൽ, മാറാ രോഗങ്ങളാൽ, പൈശാചിക ബന്ധനത്താൽ അകപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളെ ഈ വൈകിയവേളയിൽ നീ അവിടുന്ന് വിടുവിച്ച് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളായി കർത്താവ് ഒരുക്കണമേ. ഞങ്ങളെ വിടുവിച്ച കർത്താവ്, ഞങ്ങളെ രക്ഷയിലേക്ക് നടത്തിയ കർത്താവ്, ഞങ്ങളെ കൃപയിലേക്ക് നടത്തിയ ദൈവം ഈ ദിവസങ്ങൾ അനേകരുടെ ജീവിതത്തിൽ ഇടപെട്ട് കർത്താവ് കൃപയിലേക്ക് കൊണ്ടുവരണമേ. കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ള ആ ദൈവിക സന്ദേശം അനേകരുടെ ഹൃദയത്തിലേക്ക് പ്രകാശിക്കുവാനിടയായല്ലോ. പ്രഭാതം മുതൽ കർത്താവേ നിന്റെ വചനം പറഞ്ഞ എല്ലാ ദേശത്തെയും ഞങ്ങൾ ഓർക്കുകയാണ്. തുടർന്ന് അടുത്ത കവലകളിലേക്ക് കടന്നു പോകുമ്പോൾ നിന്റെ സാന്നിധ്യവും നിന്റെ കൃപയും കൂടി ഇരിക്കണമേ. വാഹനത്തെ മത്സരത്തിനൊക്കെ കർത്താവ് നിയന്ത്രിക്കണമേ. അനേകരുടെ ഹൃദയങ്ങളെ പ്രകാശിക്കുവാൻ ഇടയാക്കണമേ കർത്താവേ. അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.